ദമ്പതികൾ തമ്മിലുള്ള പ്രശ്നങ്ങളും ഗാർഹിക പീഡനങ്ങളും കാരണം ദുരിതം അനുഭവിക്കുന്നതും കണ്ണീര് കുടിക്കുന്നതും സ്ത്രീകളാണ്. നമ്മുടെ ചുറ്റുപാടുമുള്ള വീടുകളിലേക്ക് നോക്കുക. അവിടെ സ്ത്രീകൾ മാത്രമല്ല, കുട്ടികളും ഇരകളാകപ്പെടുകയാണ്. കുടുംബ പ്രശ്നത്തെ തുടർന്ന് യാതൊരു കുറ്റവും ചെയ്യാത്ത കുട്ടികളെ എന്തിനാണ് കൊലപ്പെടുത്തുന്നത്? ഈ ദിവസങ്ങളിൽ സ്വന്തം കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തി ജീവനൊടുക്കിയ ഒട്ടേറെ അമ്മമാരെ കുറിച്ച് നമ്മൾ കേട്ടു. കൊല്ലത്തെ അർച്ചനയും കാസർകോട്ടെ ബീനയും പാലക്കാട്ടെ ബിന്ദുവും ചെയ്ത കടുങ്കയെക്കുറിച്ച് കേട്ടാൽ അമ്മ മനസ്സുള്ളവരുടെ ഉള്ളു നീറും. ആ കൂട്ടമരണ കേസുകൾ പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. വീടുകളിൽ ദമ്പതിമാർ തമ്മിലുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ ഇരകളാകുന്നതിലധികവും കുട്ടികളാണ്. പരസ്പരമുള്ള വൈരാഗ്യം തീർക്കാൻ മക്കളെയും ഇവർ മരണത്തിലേക്കും അനാഥത്വത്തിലേക്കും തള്ളിവിടുന്നു. കൊല്ലം കരുനാഗപ്പള്ളിയിൽ ഒരു അമ്മ കുട്ടികളോട് കാണിച്ചതും സമാന ക്രൂരതയാണ്. മക്കളെയും കൂട്ടി കൂട്ട ആത്മഹത്യക്ക് ശ്രമിച്ച അർച്ചന എന്ന യുവതി സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. രാവിലെ 7 വയസ്സുകാരിയായ മകൾ അനാമികയും മരണത്തിന് കീഴടങ്ങിയെന്ന വാർത്തയാണ് പുറത്തുവന്നത്. ഗുരുതരമായി പൊള്ളലേറ്റ 5 വയസ്സുള്ള ഇളയ മകൻ ചികിത്സയിൽ തുടരുകയാണ്. കഴിഞ്ഞ മാർച്ച് 5-നാണ് 7ഉം 2ഉം വയസ്സുള്ള മക്കളെ തീ കൊളുത്തിയ ശേഷം അർച്ചന ജീവനൊടുക്കിയത്. ഗുരുതരമായി പൊള്ളലേറ്റതിനെ തുടർന്ന് അനാമികയും സഹോദരൻ ആരവും ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു. 50% പൊള്ളലേറ്റ അനാമിക ദിവസങ്ങൾക്ക് ശേഷം മരണത്തിന് കീഴടങ്ങി. പെയിന്റിംഗ് തൊഴിലാളിയായ ഭർത്താവ് മനു വീട്ടിൽ സൂക്ഷിച്ചിരുന്ന ടിന്നർ ഒഴിച്ചാണ് അർച്ചന മക്കളെ തീ കൊളുത്തി ജീവനൊടുക്കിയത്. സ്ഥിരമായിട്ട് കുഞ്ഞുങ്ങൾ അടി വെച്ച് കരയാറുണ്ട് അല്ലയോ? അപ്പൊ അങ്ങനെയാണെന്ന് വിചാരിച്ചു. അപ്പൊ വീണ്ടും കരഞ്ഞപ്പോ എന്താ അമ്മയെ വിളിക്കാനായിട്ട് ഇങ്ങനെ ഇറങ്ങിയപ്പം പിന്നെ പുക വരുന്ന കണ്ടുകൊണ്ട് ഓടി ഞാനും അവിടെ ചെന്ന് ഇതിനെ വിളിച്ചു. വാലിയ മോളെ മുന്നോട്ട് ഇറങ്ങണം. അങ്ങനെ എന്താ അമ്മ പുക വരും. അപ്പൊ അതിന്റെ വല്യമായ ഞാൻ പറഞ്ഞു അങ്ങോട്ട് ഇറങ്ങി വാ. അപ്പൊ അവിടെ പുക വരുന്നു. പിന്നെ എനിക്ക് പുക വന്നപ്പം കണ്ടപ്പോ മനസ്സിലായി ഏത് വശക്കേടാണ്. പത്തനംതിട്ട സ്വദേശിയായ അർച്ചന സുഡാനിൽ നഴ്സായി ജോലി ചെയ്തിരുന്നു. ഇരുവർക്കുമിടയിലുള്ള കുടുംബ പ്രശ്നങ്ങളാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് 18 കൊട്ടാരക്കര. കൊല്ലം കരുനാഗപ്പള്ളിയിലെ അർച്ചനയെ പോലെ പാലക്കാട് വല്ലപ്പുഴയിലെ ബീനയും സ്വന്തം മക്കളോട് ചെയ്തത് ഒരമ്മയും കാണിക്കാത്ത ക്രൂരതയാണ്. ഭർത്താവുമായുള്ള പിണക്കത്തിന്റെ പേരിലാണ് മക്കളെയും കൂട്ടി യുവതി തീ കൊളുത്തിയത്. വല്ലപ്പുഴ സ്വദേശി പ്രദീപിന്റെ ഭാര്യ ബീനയെ പൊള്ളലേറ്റ് മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. ഗുരുതരമായി പൊള്ളലേറ്റ മകൾ ശിഖയുടെ മരണവും പിന്നാലെ സംഭവിച്ചു. ഇളയ മകൾ നിവേദ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കുടുംബ പ്രശ്നമാണ് കൂട്ട ആത്മഹത്യക്ക് കാരണമെന്നാണ് പോലീസ് നിഗമനം. ഞായറാഴ്ച പുലർച്ചെയായിരുന്നു നാടിനെ നടുക്കിയ സംഭവം. പ്രദീപിന്റെ മാതാപിതാക്കൾ മാത്രമാണ് സംഭവ സമയത്ത് വീട്ടിലുണ്ടായിരുന്നത്. കിടപ്പുമുറിയിൽ നിന്ന് നിലവിളി കേട്ട് വീട്ടുകാർ ചെന്നപ്പോഴാണ് സംഭവം അറിയുന്നത്. മുറിയുടെ വാതിൽ അകത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു. അയൽക്കാരെത്തി വാതിൽ പൊളിച്ച് അകത്തു കടന്നാണ് 3 പേരെയും ആശുപത്രിയിലെത്തിച്ചത്. അപ്പോഴേക്കും ബീന മരിച്ചിരുന്നു. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മൂത്ത മകൾ 12-കാരി ശിഖ മരിച്ചത്. ശിഖയ്ക്ക് 90% പൊള്ളലേറ്റിരുന്നു. ഇളയ മകൾ 6 വയസ്സുകാരി നിവേദ ചികിത്സയിലാണ്. കിടക്കയിൽ മണ്ണെണ്ണ ഒഴിച്ച് അതിന് തീ കൊളുത്തിയതാകാമെന്നാണ് പോലീസിന്റെ നിഗമനം.
പ്രദീപ് കണ്ണൂരിൽ കാർപ്പന്ററാണ്. ഒരാഴ്ചയായി ഇയാൾ കണ്ണൂരിലായിരുന്നു. മുറിയിൽ നിന്ന് ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയതായാണ് സൂചന. കുടുംബ പ്രശ്നങ്ങളാണ് അതിക്രമത്തിന് കാരണമെന്ന് സംശയിക്കുന്നു. പട്ടാമ്പി പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. ന്യൂസ് 18 പട്ടാമ്പി. പല കുടുംബങ്ങളിലെയും കൂട്ടമരണം പരിശോധിച്ചാൽ അതിന് കാരണം ദാമ്പത്യ പ്രശ്നമാണ്. കാസർഗോഡ് മുളിയാറിൽ 4 മാസം പ്രായമുള്ള മകളെ കൊലപ്പെടുത്തി യുവതി ജീവനൊടുക്കിയതും ഗാർഹിക പീഡനം കാരണമെന്ന് കണ്ടെത്തൽ. ബിന്ദു എന്ന യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്താവിനും വീട്ടുകാർക്കുമെതിരെ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഭർത്തൃവീട്ടിലെ പീഡനമാണ് ബിന്ദുവിനെ ആത്മഹത്യയ്ക്ക് നയിച്ചതെന്ന് പിതാവ് രാമചന്ദ്രൻ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. അമ്മയുടെ ക്രൂരതയിൽ അനാഥനായത് ശ്രീഹരി എന്ന ഇവരുടെ മൂത്ത കുട്ടിയാണ്. ഭർത്തൃവീട്ടിലെ പീഡനമാണ് ബിന്ദുവിനെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് പിതാവ് രാമചന്ദ്രന്റെ മൊഴി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഭർത്താവ് ശരത്തിനും വീട്ടുകാർക്കുമെതിരെ പോലീസ് അന്വേഷണം ആരംഭിച്ചത്. നിലവിൽ അസ്വാഭാവിക മരണത്തിനാണ് ആദൂർ പോലീസ് കേസെടുത്തിരിക്കുന്നത്. അന്വേഷണത്തിന് ശേഷം ആവശ്യമെങ്കിൽ കൂടുതൽ വകുപ്പുകൾ കൂട്ടിച്ചേർക്കാനാണ് പോലീസിന്റെ തീരുമാനം. ഭർത്താവാണ് ബുദ്ധിമുട്ടിച്ചത്. ഇങ്ങനെ പറഞ്ഞത്, നീ വീട്ടിൽ കയറണ്ട, നീ എന്നെ ഒഴിവാക്കാൻ പോവുകയാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ ആണിയിട്ട് പറഞ്ഞു, ഇല്ല സ്ഥലത്തിട്ട് ഞാൻ അങ്ങനെ തെറ്റും ചെയ്തിട്ടില്ല, മക്കളാണ് സത്യം എന്ന് പറഞ്ഞ് സത്യം ഇട്ട് അന്ന് ഞാൻ കേൾക്കുന്നുണ്ട് ഈ സത്യയിടലൊക്കെ. അങ്ങനെ ഞാൻ ചെന്ത് മോളെ സ്ഥലത്ത് നീയുമായിട്ട് ഇല്ല ചാച്ചാ, അത് വീട്ടു ഉണക്കമല്ലേ, കുഴപ്പമില്ല, മാറിക്കോളൂ. പിറ്റേന്ന് രാവിലെ ഈ തള്ള വിളിക്കുന്നത് എനിക്ക്. ഈ സംഭവം നടന്നപ്പോൾ ഞാൻ വിളിച്ച് തള്ള, എന്തേ നിങ്ങൾ വരുന്നോ ഇങ്ങോട്ട് കാണണ്ടേ? ഞാൻ കാണണ്ടേ, ഞങ്ങൾ വരുന്നില്ല. വെള്ളിയാഴ്ചയാണ് മുളിയാർ അർലടുക്കം കൊപ്പളം കൊച്ചിയിൽ നാടിനെ നടുക്കിയ സംഭവം നടന്നത്. കൊപ്പളം കൊച്ചി പട്ടികജാതി കോളനിയിലെ ബിന്ദു തന്റെ 4 മാസം പ്രായമായ മകൾ ശ്രീനന്ദയെ കൊലപ്പെടുത്തി വീട്ടുമുറ്റത്തെ മരത്തിൽ തൂങ്ങി മരിക്കുകയായിരുന്നു. ബിന്ദുവിന്റെ കൈഞ്ഞരമ്പും മുറിച്ച നിലയിലായിരുന്നു. കുട്ടിയെ വീട്ടിലെ കിടപ്പുമുറിയിൽ അബോധാവസ്ഥയിലാണ് കണ്ടത്. ഉടൻ ആശുപത്രിയിലെത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. സംഭവ സമയത്ത് ബിന്ദുവിന്റെ മൂത്ത കുട്ടി ശ്രീഹരിയും വീട്ടിലുണ്ടായിരുന്നു. ഇടുക്കി തൊടുപുഴ സ്വദേശി ശരത്തിന്റെ ഭാര്യയാണ് ബിന്ദു. ഇയാൾ ഇസ്രയേലിലാണ്. 6 വർഷം മുൻപായിരുന്നു ഇവരുടെ വിവാഹം. മരണത്തിന് 2 ദിവസം മുൻപായിരുന്നു ബിന്ദു സ്വന്തം വീട്ടിലെത്തിയത്. ന്യൂസ് 18 കാസർഗോഡ്. കുടുംബ പ്രശ്നത്തെ തുടർന്ന് വയനാട് മാതമംഗലത്ത് യുവാവ് കൂട്ടക്കുരുതിയാണ് ലക്ഷ്യമിട്ടത്. ഭാര്യയെയും ഭാര്യ മാതാവിനെയും ബന്ധുവിനെയും ചുറ്റിക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു. കുപ്പാടി സ്വദേശി ജിനുവാണ് ഭാര്യ അശ്വതിയെയും ഭാര്യ മാതാവ് സുമതിയെയും സഹോദരന്റെ ഭാര്യയെയും ആക്രമിച്ചത്. ഇവരെ മേപ്പാടിയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവശേഷം രക്ഷപ്പെട്ട ജിനുവിനെ വീടിന് സമീപത്തെ കൃഷിയിടത്തിൽ അവശ നിലയിൽ കണ്ടെത്തി. കൂട്ടക്കുരുതിക്ക് ശേഷം ജീവനൊടുക്കുകയായിരുന്നു ഇയാളുടെ ലക്ഷ്യമെന്നാണ് പോലീസ് നിഗമനം. രാവിലെ 6 മണിയോടെയാണ് ആക്രമണം. കുപ്പാടി സ്വദേശി ചെട്ടിയാംകണ്ടി ജിനുവാണ് ഇരുളം മാതമംഗലത്ത് ഭാര്യയെയും ഭാര്യ മാതാവിനെയും ബന്ധുവിനെയും ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊല്ലാൻ ശ്രമിച്ചത്. മാതമംഗലം കുന്നുപുറത്ത് അശ്വതി, അമ്മ സുമതിയുടെ സഹോദരന്റെ ഭാര്യ ലിജി എന്നിവർക്കാണ് പരിക്കേറ്റത്. സംഭവശേഷം രക്ഷപ്പെട്ട ജിനുവിനെ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ വീടിന് സമീപത്തെ കൃഷിയിടത്തിൽ അവശ നിലയിൽ കണ്ടെത്തി. വിഷം കഴിച്ചതാണോ എന്ന സംശയത്തെ തുടർന്ന് പോലീസ് ഇയാളെ ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിശോധനകളിൽ വിഷം കഴിച്ചതല്ലെന്ന് വ്യക്തമായതായാണ് വിവരം.
കുടുംബ പ്രശ്നമാണ് ആക്രമണത്തിന് കാരണം. വീടിന് പുറത്ത് പതിയിരുന്ന ജിനു 3 പേരെയും ആക്രമിക്കുകയായിരുന്നു. അശ്വതിക്കാണ് ആദ്യം ചുറ്റിക കൊണ്ട് അടിയേറ്റത്. ബഹളം കേട്ട് രക്ഷിക്കാനെത്തിയപ്പോഴാണ് സുമതിക്കും ലിജിക്കും അടിയേറ്റത്. സാരമായി പരിക്കേറ്റ ഇവരെ മേപ്പാടിയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ജിനുവുമായി പിണങ്ങി അശ്വതിയും മക്കളും മാതമംഗലത്ത് അമ്മ സുമതിയോടൊപ്പമാണ് താമസിച്ചിരുന്നത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. ന്യൂസ് 18 വയനാട്. പ്രളയം വന്ന് ഭൂമി നശിക്കും. അതിനു മുൻപ് അന്യഗ്രഹത്തിൽ പോയി ജനിച്ച് ജീവിക്കണം. അരുണാചലിൽ ജീവനൊടുക്കിയ നവീൻ തോമസിന്റെ അന്ധവിശ്വാസം ഇങ്ങനെയായിരുന്നു. ഈ ചിന്ത അയാൾ ഭാര്യയിലേക്കും സുഹൃത്ത് ആര്യയിലേക്കും എത്തിച്ചു. മലയാളികളുടെ കൂട്ടമരണത്തിൽ നിർണായക വിവരങ്ങളാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. കേസിൽ മുഖ്യ സൂത്രധാരൻ നവീൻ തന്നെയെന്ന് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. അന്യഗ്രഹ ജീവിതം സാധ്യമാകുമെന്നതിനാൽ ഉയർന്ന പ്രദേശം തെരഞ്ഞെടുത്തതെന്നും മറ്റൊരാളുടെയും ഇടപെടലിന് തെളിവില്ലെന്നും പോലീസ് പറയുന്നു. അതിനിടെ ഇവരുടെ കുടുംബാംഗങ്ങളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും പോലീസ് മൊഴിയെടുത്തു. കടുത്ത അന്ധവിശ്വാസം പിന്തുടർന്നത് നവീനാണെന്നാണ് പോലീസ് നിഗമനം. പിന്നീട് ദേവിയും ആര്യയും ഇയാൾ പറയുന്നത് വിശ്വസിക്കുകയായിരുന്നു. മറ്റ് ഗ്രഹങ്ങളെ സംബന്ധിച്ച് കൂടുതൽ പഠിക്കുന്ന ആളായിരുന്നു ആര്യ. ഇതാകാം നവീനിന് സഹായകരമായതെന്നും പോലീസ് കരുതുന്നു. 7 വർഷമായി നവീൻ ഇത്തരം കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുകയായിരുന്നു. അരുണാചൽ പ്രദേശ് തെരഞ്ഞെടുത്തത് വിശ്വാസത്തിന്റെ ഭാഗമായാണ്. ലോകത്ത് വലിയ വെള്ളപ്പൊക്കമുണ്ടാകുമെന്നും എല്ലാവരും മരിക്കുമെന്നും സമുദ്രനിരപ്പിൽ നിന്ന് ഉയർന്ന പ്രദേശങ്ങൾ തിരഞ്ഞെടുത്താൽ രക്ഷപ്പെട്ട് അന്യഗ്രഹത്തിൽ എത്താമെന്നും ഇവർ വിശ്വസിച്ചിരുന്നെന്നാണ് പോലീസിന് ലഭിച്ച തെളിവുകളിലുള്ളത്. ചാറ്റുകളുടെ രൂപത്തിലാണ് ഈ തെളിവുകൾ ലഭിച്ചത്. മറ്റാരുടെയും ഇടപെടലിന് നിലവിൽ തെളിവില്ലെന്നും പോലീസ് വിലയിരുത്തുന്നു. അതേസമയം ആര്യയുമായി ബന്ധപ്പെട്ടിരുന്ന മെയിലുകൾ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ഉടൻ അന്വേഷണ സംഘത്തിന് ഗൂഗിൾ കൈമാറും. ന്യൂസ് 18 തിരുവനന്തപുരം. കേരളം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പ് കേസ് അന്വേഷിക്കാൻ CBI സംഘം എത്തുന്നു. ഹൈറിച്ച് സാമ്പത്തിക തട്ടിപ്പ് കേസ് അന്വേഷണം CBIക്ക് കൈമാറി സർക്കാർ ഉത്തരവിറക്കി. സംസ്ഥാന പോലീസ് മേധാവിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. സാമ്പത്തിക തട്ടിപ്പുകൾ നടത്തിയതായി ചൂണ്ടിക്കാട്ടി 20ഓളം കേസുകൾ ഹൈറിച്ച് ഉടമകൾക്കെതിരെ വിവിധ സ്റ്റേഷനുകളിൽ നിലവിലുണ്ട്. സംസ്ഥാനത്തിനകത്തും പുറത്തുമായി 3141 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്നാണ് കണ്ടെത്തൽ. CBI അന്വേഷണത്തിൽ പ്രതീക്ഷയുണ്ടെന്ന് തട്ടിപ്പിനിരയായ യുവതി ന്യൂസ് 18നോട് പറഞ്ഞു. ഹൈറിച്ച് കമ്പനി 3141 കോടിയിലേറെ രൂപ സംസ്ഥാനത്തിനകത്തും പുറത്തുനിന്നുമായി സമാഹരിച്ചതായി പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ചേർപ്പ് പോലീസ് അന്വേഷിക്കുന്ന കേസാണ് സർക്കാർ CBIക്ക് വിട്ടത്. 1630 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നതായി ചേർപ്പ് പോലീസ് കോടതിയിൽ നേരത്തെ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. ബഡ്സ നിയമപ്രകാരം ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ പേരിലുള്ള സ്ഥാവര ജംഗമ വസ്തുക്കൾ കണ്ടുകെട്ടാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ഇതിനിടെയാണ് കേസ് CBIക്ക് വിട്ടത്. തട്ടിപ്പിൽ ED അന്വേഷണവും നടക്കുന്നുണ്ട്. 100 കോടി രൂപയുടെ ഹവാല കടത്തുമായി ബന്ധപ്പെട്ടാണ് ED അന്വേഷണം. ഓൺലൈൻ മണി ചെയിൻ അടക്കം നടത്തുകയും ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്ത് ജനങ്ങളിൽ നിന്ന് നിക്ഷേപം വാങ്ങി തട്ടിപ്പ് നടത്തുകയും ചെയ്തു എന്നതടക്കം ഒട്ടേറെ പരാതികൾ ഹൈറിച്ച് കമ്പനി MD പ്രതാപനും ഭാര്യ കമ്പനി CEOവുമായ ശ്രീനയ്ക്കും എതിരെ നിലവിലുണ്ട്. ഇതിനിടെ 126 കോടി രൂപ വെട്ടിച്ചുവെന്ന് സംസ്ഥാന GST വിഭാഗം കണ്ടെത്തുകയും പ്രതാപൻ അറസ്റ്റിലാകുകയും ചെയ്തിരുന്നു. പിന്നീട് ജാമ്യത്തിൽ പുറത്തിറങ്ങി.
കേസുകൾ അട്ടിമറിക്കാൻ ഗ്രൂപ്പ് അംഗങ്ങൾ ഗൂഢനീക്കം നടത്തിയതായുള്ള വാർത്തയും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് കോഴ നൽകി കേസുകൾ ഇല്ലാതാക്കാൻ ശ്രമം നടക്കുന്നുവെന്ന് വ്യക്തമാക്കുന്ന ശബ്ദരേഖയാണ് പുറത്തുവന്നത്. അന്വേഷണം CBIക്ക് വിടുന്നതിലുള്ള നടപടിക്രമങ്ങൾ അതീവ രഹസ്യമായിട്ടായിരുന്നു. ED റെയ്ഡിനെത്തുന്ന വിവരങ്ങൾ പ്രതികൾക്ക് ചോർത്തിക്കിട്ടിയ സാഹചര്യത്തിലാണ് ഇതെന്ന് സൂചന. CBI അന്വേഷണത്തെ ഏറെ പ്രതീക്ഷയോടെയാണ് നിക്ഷേപകർ കാണുന്നത്. സമ്പാദ്യം മുഴുവൻ ഹൈറിച്ചിൽ നിക്ഷേപിച്ചിരുന്നു എന്ന് തട്ടിപ്പിനിരയായ യുവതി ന്യൂസ് 18നോട് പറഞ്ഞു. കേസുമായി ബന്ധപ്പെട്ട് EDക്ക് മുന്നിൽ മൊഴി നൽകാനെത്തിയതായിരുന്നു ഇവർ. ഞങ്ങൾക്ക് 4 ലക്ഷം മരത്തിൻ്റെ ചെറിയ കുഞ്ഞുണ്ട് ഡെയിലി യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ ചെറുപ്പത്തിൽ കഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ ഉറുമ്പരിച്ചിട്ട് വെക്കുമ്പോൾ വെച്ച ഇങ്ങനെ ജ്വല്ലറിയിലെല്ലാം കൂടിയിട്ട് കുറച്ചായിട്ട് ഇങ്ങനെ 1 ഗ്രാം 2 ഗ്രാമായിട്ട് അങ്ങനെ എടുത്ത കൊഞ്ഞാണ്. ഒരു മാല, ഒരു കൈസേന, ഒരു കമ്മല്, ഒരു മോതിരം. ആ കമ്മല് വരെ ഓള് വിട്ടിട്ടാണ്. ഞാൻ ഇങ്ങനെ ഇർട്ടിട്ട് ഓളെന്നെ വന്നിട്ട് എന്നെ കൂടിയിട്ട് വന്നിട്ട് വിറ്റിട്ടാണ് ആ പൈസയും കൊണ്ടുപോയത്. പിന്നെ പൈസ കൊണ്ടുപോയതിൻ്റെ സ്വഭാവമെല്ലാം മാറി. പിന്നെ ഫോൺ എടുക്കാതെയായി. അതുവരെ എന്നെ ഉറങ്ങാനും തിന്നാനും ഒന്നും സമ്മതിക്കുന്നുണ്ടായിട്ട് അങ്ങനെ ഫോൺ വിളിച്ചുകൊണ്ട് ഇങ്ങനെ ഇർട്ടേറ്റ് ചെയ്തുകൊണ്ടുണ്ടായിരുന്നു. ലൈബ് നിസാൻ അവളും പിന്നെ ഈ അതിൻ്റെ ഇടയിൽ ഷാനിബും ഇവളും കൂടി ഭയങ്കര ഇർട്ടേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ ഇവരിങ്ങനെ ചതിക്കുമെന്നറിയില്ല. കാരണം എൻ്റെ ചെറുപ്പത്തിൽ എന്നെ അറിയുന്നതാണ്. അവർക്ക് ഇത്ര കഷ്ടമുണ്ട്, ഇപ്പം നടക്കാൻ പറ്റുന്നില്ല എന്നെല്ലാം അവർക്ക് അറിയാം. എനിക്ക് അവരെ എന്നെ ഇങ്ങനെ ചതിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. ഹൈറിച്ച് കേസിന് പുറമെ കൊച്ചി കേന്ദ്രീകരിച്ച് നടത്തിയ മാസ്റ്റേഴ്സ് ഫിൻസർ സാമ്പത്തിക തട്ടിപ്പ് കേസും സംസ്ഥാന സർക്കാർ CBIക്ക് വിട്ടിട്ടുണ്ട്. കാക്കനാട് ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന മാസ്റ്റേഴ്സ് ഫിൻസർ എന്ന സ്ഥാപനത്തിന്റെ മറവിലാണ് കോടികളുടെ നിക്ഷേപ തട്ടിപ്പ് നടന്നത്. ന്യൂസ് 18 കൊച്ചി, തിരുവനന്തപുരം. മൂവാറ്റുപുഴയിലെ ആൾക്കൂട്ട കൊലപാതകത്തിൽ പ്രതികൾ പിടിയിലായെങ്കിലും ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങളും ബാക്കിയാണ്. എവിടെ വെച്ചാണ് യുവാവിന് മർദ്ദനമേറ്റത്? കേസിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ? അരുണാചൽ സ്വദേശി അശോക് ദാസ് കൊല്ലപ്പെട്ട കേസിൽ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് പോലീസ്. കേസിൽ 10 പേരെയാണ് ഇതുവരെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കേസിൽ വിശദമായി അന്വേഷണം നടത്തണമെന്ന നാട്ടുകാരുടെ ആവശ്യവും ശക്തമായിട്ടുണ്ട്. മൂവാറ്റുപുഴ ആൾക്കൂട്ട കൊലപാതകത്തിൽ സംശയങ്ങൾ പലതും ഇനിയും ബാക്കി നിൽക്കുന്നുണ്ട്. കൊല്ലപ്പെട്ട അശോക് ദാസിന് എവിടെ വെച്ചാണ് ഗുരുതര മർദ്ദനമേറ്റതെന്ന ചോദ്യമാണ് നാട്ടുകാർ ഉയർത്തുന്നത്. ഇതു സംബന്ധിച്ച് ശാസ്ത്രീയ അന്വേഷണം നടത്തണമെന്നും ഇവർ പറയുന്നു. പരിക്കുകളുടെ സ്വഭാവത്തിനൊപ്പം പരിക്കേറ്റ സമയവും കണ്ടെത്തണമെന്ന ആവശ്യവും ശക്തമാണ്. വീട്ടിൽ വെച്ച് തന്നെ മർദ്ദനമേറ്റിട്ടുണ്ടാകാം എന്ന സംശയവും നാട്ടുകാർ ഉയർത്തുന്നുണ്ട്. ഈ ചോദ്യത്തിനെല്ലാം ഉത്തരം കണ്ടെത്തണമെങ്കിൽ വിശദമായി പോലീസ് അന്വേഷണം നടത്തേണ്ടതുണ്ട്. ഇപ്പോഴുള്ള പ്രതികളെ ഇതിനുവേണ്ടി കൂടിയാണ് കസ്റ്റഡിയിൽ ആവശ്യപ്പെടുന്നത്. പ്രതിപട്ടികയിൽപ്പെടാത്ത 2 പേർ ഇപ്പോൾ പോലീസിന്റെ നിരീക്ഷണത്തിലുമുണ്ട്. ഇതര സംസ്ഥാന തൊഴിലാളിയായ അശോക് ദാസ് പെൺസുഹൃത്തിനെ കാണാനെത്തിയപ്പോഴാണ് ആൾക്കൂട്ട ആക്രമണമുണ്ടായത്. അശോക് ദാസും പെൺകുട്ടിയും തമ്മിൽ തർക്കമുണ്ടാവുകയും തുടർന്ന് അശോക് അവിടെ വെച്ച് കൈകൾക്ക് മുറിവേൽപ്പിക്കുകയുമായിരുന്നുവെന്നാണ് മൊഴി. ബഹളം കേട്ട് സ്ഥലത്തെത്തിയ നാട്ടുകാർ അശോക് ദാസിനെ ചോദ്യം ചെയ്യുകയും മർദ്ദിക്കുകയും സമീപത്തെ തൂണിൽ കെട്ടിയിടുകയും ചെയ്തു. മർദ്ദനത്തിൽ ശ്വാസകോശം തകരുകയും തലയുടെ വലതുഭാഗത്ത് രക്തസ്രാവമുണ്ടാവുകയും ചെയ്തു. ഇതാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. പെൺകുട്ടികളും മജിസ്ട്രേറ്റ് മുന്നിൽ രഹസ്യമൊഴി നൽകി. വിശദമായ അന്വേഷണത്തിനായി പ്രദേശത്തുള്ള CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അതേസമയം അരുണാചൽ പ്രദേശിൽ നിന്ന് അശോക് ദാസിന്റെ ബന്ധുക്കൾ മൂവാറ്റുപുഴയിൽ എത്തിയിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥിന്റെ മരണത്തിൽ കൂടുതൽ പേർ കുടുങ്ങുമെന്ന് സൂചന. കോടതിയിൽ CBI സംഘം സമർപ്പിച്ച FIR-ൽ കൂടുതൽ പ്രതികളുണ്ടെന്നാണ് വിവരം. സിദ്ധാർത്ഥിനെ വിചാരണ ചെയ്ത മുറികളും മരിച്ച നിലയിൽ കണ്ടെത്തിയ കുളിമുറിയും സംഘം പരിശോധിച്ചു. ഉടൻ സിദ്ധാർത്ഥിന്റെ അച്ഛന്റെയും സഹപാഠികളുടെയും മൊഴി രേഖപ്പെടുത്തും. 29 മണിക്കൂറോളം സീനിയേഴ്സും സഹപാഠികളും ചേർന്ന് സിദ്ധാർത്ഥിനെ പീഡിപ്പിച്ചിരുന്നതായി CBIക്ക് പോലീസ് കൈമാറിയ റിപ്പോർട്ടിലുണ്ടെന്നാണ് വിവരം.
ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് CBI FIR സമർപ്പിച്ചത്. കേസിൽ 20 പ്രതികൾക്ക് പുറമെ കൂടുതൽ പ്രതികൾ ഉണ്ടാകുമെന്നാണ് FIR-ലെ സൂചന. CBI സംഘം സർവകലാശാലയിൽ തെളിവെടുപ്പ് നടത്തിയിരുന്നു. സിദ്ധാർത്ഥിനെ വിചാരണ ചെയ്ത മുറികളും മരിച്ച നിലയിൽ കണ്ടെത്തിയ കുളിമുറിയും സംഘം പരിശോധിച്ചു. ഇൻസ്പെക്ടർ സത്യപാൽ യാദവാണ് CBI അന്വേഷണ സംഘത്തലവൻ. SP അരവിന്ദ് കുമാർ ഉപാധ്യായയ്ക്കാണ് മേൽനോട്ട ചുമതല. സിദ്ധാർത്ഥിന്റെ അച്ഛൻ ജയപ്രകാശിനോട് ചൊവ്വാഴ്ച വയനാട്ടിലെത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇദ്ദേഹത്തിൽ നിന്ന് CBI സംഘം മൊഴിയെടുക്കും. സിദ്ധാർത്ഥിന്റെ സഹപാഠികളുടെയും മൊഴി രേഖപ്പെടുത്തും. മണിക്കൂറോളം സീനിയേഴ്സും സഹപാഠികളും ചേർന്ന് സിദ്ധാർത്ഥിനെ പീഡിപ്പിച്ചിരുന്നതായ വിവരവും പുറത്തുവന്നിട്ടുണ്ട്. ഇതിനുശേഷമാണ് സിദ്ധാർത്ഥിനെ ശുചിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയതെന്ന് CBIക്ക് പോലീസ് കൈമാറിയ റിപ്പോർട്ടിൽ പറയുന്നു. ഫെബ്രുവരി 16 രാവിലെ 9 മുതൽ തുടങ്ങിയ പീഡനം 17 ഉച്ചയ്ക്ക് ശേഷം 2 മണിവരെ തുടർന്നു. സഹപാഠികളും സീനിയർ വിദ്യാർത്ഥികളും ചേർന്ന് സിദ്ധാർത്ഥിനെ ബെൽറ്റുകൊണ്ടും കൈകൊണ്ടും മർദ്ദിച്ചിരുന്നു. ഇക്കാരണങ്ങളാലുള്ള മാനസിക സമ്മർദ്ദം മൂലം ജീവനൊടുക്കിയെന്നാണ് പോലീസ് റിപ്പോർട്ടിലുള്ളത്. വയനാട്. കാസർഗോഡ് ഉപ്പളയിൽ പട്ടാപ്പകൽ $1 കോടി രൂപ കവർച്ച ചെയ്ത സംഭവം നടന്നിട്ട് 10 ദിവസം പിന്നിടുന്നു. എന്നാൽ പ്രതികളെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. പ്രദേശത്തെ 100-ലേറെ CCTV ക്യാമറകളാണ് അന്വേഷണ സംഘം പരിശോധിച്ചത്. തമിഴ്നാട്ടിൽ നിന്നുള്ള 3-അംഗ സംഘമാണ് കവർച്ചയ്ക്ക് പിന്നിലെന്നാണ് നിഗമനം. കവർച്ചാ സംഘത്തിന് കാസർഗോട്ടും കണ്ണികളുണ്ടെന്നും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഉപ്പളയിൽ ATM-ൽ പണം നിറയ്ക്കാൻ കൊണ്ടുവന്ന വാഹനത്തിൽ നിന്നാണ് $1 കോടി രൂപ കവർന്നത്. കവർച്ചാ സംഘത്തിന് കാസർഗോട്ടും കണ്ണികളുണ്ടെന്നാണ് വിവരം. ഇവരെ രക്ഷപ്പെടാൻ സഹായിച്ചവരിൽ ചെറുവത്തൂർ സ്വദേശിയുമുണ്ടെന്ന നിർണായക വിവരമാണ് പുറത്തുവരുന്നത്. കവർച്ചയ്ക്ക് ശേഷം ബംഗളൂരുവിലേക്കുള്ള തീവണ്ടിയിലാണ് സംഘം കടന്നുകളഞ്ഞതെന്നും യാത്രയ്ക്കുള്ള ടിക്കറ്റ് എടുത്തു നൽകിയത് ചെറുവത്തൂർ സ്വദേശിയുമാണെന്നാണ് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായത്. പണം കവർന്നതിന് തൊട്ടടുത്ത ദിവസം ബംഗളൂരുവിൽ സമാന രീതിയിൽ ലാപ്ടോപ്പ് കവർന്നിരുന്നു. അതിന്റെ CCTV ദൃശ്യങ്ങളിൽ നിന്ന് പ്രതികളുടേതെന്ന് സംശയിക്കുന്നവരുടെ ചിത്രങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്നുള്ള 3-അംഗ സംഘമാണ് കവർച്ചയ്ക്ക് പിന്നിലെന്ന് പോലീസ് തിരിച്ചറിഞ്ഞിരുന്നു. ഇതിനു പിന്നാലെ ട്രിച്ചിയിലും ബംഗളൂരുവിലുമായി അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ മാസം 27 ഉച്ചയ്ക്ക് 2:30-ഓടെയാണ് ഉപ്പള ടൗണിൽ നിർത്തിയിട്ടിരുന്ന വാഹനത്തിന്റെ ചില്ല് തകർത്ത് ബാഗിലുണ്ടായിരുന്ന പണം കവർന്നത്. പ്രദേശത്തെ CCTV പരിശോധിച്ചപ്പോൾ ഒരാൾ ബാഗുമായി കടന്നുകളയുന്ന ദൃശ്യം ലഭിച്ചിരുന്നു. കൂടുതൽ CCTV ക്യാമറകൾ പരിശോധിച്ചപ്പോൾ ഇയാൾക്കൊപ്പം മറ്റു 2 പേർ ഉള്ളതായും കണ്ടെത്തി. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലെത്തിയാണ് സംഘം വൈകിട്ടത്തെ കണ്ണൂർ യശ്വന്ത്പൂർ എക്സ്പ്രസിൽ ബംഗളൂരുവിലേക്ക് കടന്നത്. ഈ യാത്രയ്ക്കുള്ള ടിക്കറ്റ് ചെറുവത്തൂരിൽ നിന്നെടുത്തതെന്നാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ച വിവരം. കൂടുതൽ അന്വേഷണത്തിൽ ഉപ്പളയിലേതിന് സമാനമായി മംഗളൂരുവിൽ ഒരു വാഹനത്തിന്റെ ചില്ല് പൊളിച്ച് ലാപ്ടോപ്പ് കവർച്ച നടത്തിയ വിവരവും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിലെ തൃച്ചിയിൽ ഇത്തരത്തിൽ കവർച്ച നടത്തുന്ന സംഘമുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം അങ്ങോട്ടേക്കും വ്യാപിപ്പിച്ചത്. ന്യൂസ് 18 കാസർഗോഡ്. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. തിരുവനന്തപുരം നന്ദൻകോട് വനിതാ ഹോസ്റ്റലിൽ അതിക്രമിച്ചു കയറി പെൺകുട്ടികളുടെ ദൃശ്യം പകർത്താൻ ശ്രമിച്ച യുവാവ് പിടിയിലായി. നന്ദൻകോട് സ്വദേശി അനിൽ ദാസിനെയാണ് അറസ്റ്റ് ചെയ്തത്. പത്തനംതിട്ടയിൽ CIക്കെതിരായ അപവാദ പ്രചാരണത്തിൽ CPM ബ്രാഞ്ച് സെക്രട്ടറിക്കെതിരെ കേസ്. മലയാലപ്പുഴ CI വിഷ്ണുകുമാറിന്റെ പരാതിയിൽ തുമ്പമൺ ബ്രാഞ്ച് സെക്രട്ടറി അർജുൻ ദാസിനെതിരെയാണ് കേസെടുത്തത്. കരുവന്നൂർ സഹകരണ ബാങ്ക് നിക്ഷേപ തട്ടിപ്പ് കേസിൽ CPM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസ്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജു എന്നിവരെ ED വീണ്ടും ചോദ്യം ചെയ്തു. MM വർഗീസ് 22-നും ബിജു വ്യാഴാഴ്ചയും വീണ്ടും ഹാജരാകണം.
വയനാട്ടിൽ കോൺഗ്രസിന്റെ റോഡ് ഷോയിൽ നിന്ന് PK കുഞ്ഞാലിക്കുട്ടിയെ ഇറക്കിവിട്ടു എന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വീഡിയോ പ്രചരിപ്പിച്ചവർക്കെതിരെ പരാതിയുമായി യൂത്ത് ലീഗ്. യൂത്ത് ലീഗ് തിരുവമ്പാടി നിയോജക മണ്ഡലം പ്രസിഡന്റ് ജലീൽ PP യാണ് മുക്കം പോലീസിൽ പരാതി നൽകിയത്. ലഹരി വസ്തുക്കൾ കൈവശം വെച്ചതിന് യുവാവിനെ ഇടുക്കി അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സംഘം അറസ്റ്റ് ചെയ്തു. രാജകുമാരി കുളപ്പാറച്ചാൽ സ്വദേശി റിറ്റ്സാണ് പിടിയിലായത്. പാനൂർ ബോംബ് സ്ഫോടനത്തിൽ മുഴുവൻ പ്രതികളും പിടിയിൽ. ഒളിവിലായിരുന്ന മുഖ്യ ആസൂത്രകനും DYFI നേതാവുമായ ഷിജാൽ അടക്കമുള്ളവരാണ് പിടിയിലായത്. ബോംബ് നിർമ്മാണത്തിനു പിന്നിൽ ക്രിമിനൽ സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയെന്ന് പോലീസ്. കാസർഗോഡ് നീലേശ്വരം കോട്ടപ്പുറത്തെ ഹൌസ് ബോട്ടുകളിൽ തുറമുഖം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ മിന്നൽ പരിശോധന. 3 ഹൌസ് ബോട്ടുകൾക്ക് സർവീസ് നിർത്തിവെക്കാൻ നോട്ടീസ് നൽകി. മഹാരാഷ്ട്ര പൂനെയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനിയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. പൂനെ വിമാൻ നഗർ സ്വദേശിനി ഭാഗ്യശ്രീ സൂര്യകാന്തിന്റെ മൃതദേഹമാണ് ഗ്രാമത്തിലെ വയലിൽ കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ പെൺകുട്ടിയുടെ സുഹൃത്തുൾപ്പെടെ 3 പ്രതികൾ അറസ്റ്റിൽ. ആരോഗ്യവകുപ്പിന്റെ ചട്ടങ്ങൾക്ക് വിരുദ്ധമായി വീട്ടിലും സ്വകാര്യ ക്ലിനിക്കുകളിലും ചികിത്സ നടത്തുന്ന ഒട്ടേറെ സർക്കാർ ഡോക്ടർമാരുണ്ട് നമ്മുടെ നാട്ടിൽ. ഇങ്ങനെ ചികിത്സ നടത്തിയിരുന്ന തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ ഡോക്ടറുടെ കൺസൾട്ടിംഗ് കേന്ദ്രത്തിൽ വിജിലൻസ് റെയ്ഡ് നടത്തി. ഓർത്തോ ഡോക്ടറായ അനിൽകുമാറിന്റെ കൺസൾട്ടിംഗ് സ്ഥലത്താണ് വിജിലൻസ് സംഘം പരിശോധന നടത്തിയത്. മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ട് ചികിത്സ നടത്തുന്നുവെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു വിജിലൻസ് റെയ്ഡ്. പരിശോധനയിൽ അനധികൃതമായി സൂക്ഷിച്ച 25,000 രൂപ കണ്ടെത്തി. പണത്തോടുള്ള അത്യാർത്തി കാരണം സാധാരണക്കാരെ കൊള്ളയടിക്കാൻ സ്വകാര്യ പ്രാക്ടീസ് നടത്തുന്ന സർക്കാർ ഡോക്ടർമാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം. ഇതോടെ ഇന്നത്തെ പോലീസ് പെട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഡെസ്റ്റിനേഷൻ വെഡിങ്